ഹായ് ഹലോ വെൽക്കം ഓൾ ടു ദ ന്യൂ വീഡിയോ. പ്രൊഡ്യൂസ് ചെയ്യുക, ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിനോടൊപ്പമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന സലീം ഖാൻ. ആ സലീം ഖാനിലേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായാണ്. അപ്പോൾ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ചേർന്ന് നിന്ന ബിൻഷാദ് നാസർ, ശ്യാംലാൽ, ക്യാമറമാൻ ജിബ്രാൻ ഷമീർ, ഒരുപാട് പേരുണ്ട് പെട്ടെന്ന്. പിന്നെ ബബീർ പോക്കർ, ഓറേറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നിലവിൽ ഞങ്ങൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സിനിമയുടെ പുറകിൽ ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രയത്നവും ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. എന്തെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെയ്യാൻ സിറാജും നവാസും കൂടി സമീപിച്ചപ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ നമുക്കത് വലിയ താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കച്ചവട സിനിമ ആക്കി എടുക്കാനല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സബ്ജക്റ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഇനി എന്തായാലും പരിഹാരം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഓരോ വില്ലന്മാർ കയറി വരുന്നത്. അപ്പൊ അവര് ഇത് മിസ്യൂസ് ചെയ്യും. കാരണം ഇവര് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ പൈസ മേടിക്കാതെ ആരെങ്കിലും പരിഹാര ക്രിയ ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പ്രാവശ്യം ചെയ്യും, രണ്ടാമത് ചെയ്യുമ്പോൾ മോനെ ഒന്നും ആവശ്യമില്ല, നീ അത് നേരിട്ടോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതാണ് നമ്മുടെ നിസ്സഹാവസ്ഥ മുതലെടുക്കുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്കിതിന്റെ പൂർണ്ണമായ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് സിനിമ കണ്ടിട്ടാണ് നിങ്ങളിത് വിലയിരുത്തേണ്ടത്.